അസ്സലാമു അലൈക്കും. ജിനു മുകളിൽ നിന്നും അലക്കി ഉണങ്ങിയ ഡ്രസ്സെടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ആദിയുടെ വിളി കേൾക്കുന്നത്. എന്താ ആദി? എനിക്കൊരു സംശയം. ഇനി നമ്മുടെ സാറാവുമോ ഷാഹിയെ? അവനത് പറഞ്ഞില്ല. അതിനു മുമ്പേ തന്നെ ജിനു അവനെ നോക്കിയൊന്ന് കൂർപ്പിച്ചു. ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് എന്നെ നോക്കി പേടിപ്പിക്കാം. അന്ന് നീ പറഞ്ഞില്ലേ എന്നോട്, ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയ ദിവസം ഉമ്മാനെ ടാബ്ലറ്റ് വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് ഷാഹിദ് എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഫ്ലവർ വേസ് കൊണ്ട് അവൻ്റെ തലക്കടിച്ച കാര്യം? അത് നീ സാറിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനുക്ക അവനെ കൊല്ലുമെന്ന്. അതെനിക്ക് ഉറപ്പാ. അവനെ കൊന്നാൽ എൻ്റെ ഷാനുക്ക ജയിലിൽ പോവില്ലേ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞങ്ങൾ ജീവിച്ചു തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. അവനെ കൊന്ന് ഞങ്ങളെ നല്ല ജീവിതം ജയിലിൽ തീർക്കണോ? എൻ്റെ ഷാനുക്ക കൂടെ ഇല്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ആദി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സമനില തന്നെ തെറ്റിപ്പോവും. അന്ന് ഞങ്ങൾ പാലക്കാട് പോകുമ്പോൾ സാർ എന്നോട് ഷാഹിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. ജിനുവിനോട് എങ്ങനെയാണ് അവൻ്റെ പെരുമാറ്റം എന്നൊക്കെ അവിടെയും തൊടാതെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. കാരണം എല്ലാം സാറിനെ അറിയിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ എന്തൊക്കെയോ സാറ് മനസ്സിലാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കരുതി നീ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അവനെ പേടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പേടിക്കണ്ട. നട്ടലുള്ള ഏതോ ഒരുത്തൻ്റെ കൈകൊണ്ട് അവന് വേണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. ആരായാലും നല്ല പ്ലാനിങ്ങോടും കൂടിയാണ് അവന് കൊടുത്തത്. കാരണം അവൻ്റെ പരിക്ക് മുഴുവൻ ഉള്ളിലാണ്. അതാണ് അവനൊന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്തത്. ഇനി അവൻ അടങ്ങിക്കോളും. ഇതേ സമയം അവരെ സംസാരം എല്ലാം കേട്ട് മറഞ്ഞു നിൽക്കുന്ന ഷാനുവിനെ അവർ രണ്ടുപേരും കണ്ടിരുന്നില്ല. അവരെ രണ്ടുപേരും സംസാരം കഴിഞ്ഞുവെന്ന് മനസ്സിലായതും ഷാനു വേഗം തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറി. പിന്നെ അവർ പോയതിനു ശേഷമാണ് അവൻ അവൻ്റെ റൂമിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ ജിനുവിനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവൾ ഫ്ലവർ വേസ് കൊണ്ട് അവൻ്റെ തലക്കടിച്ച് രക്ഷപ്പെട്ടതാണ്. അതാണ് അന്ന് അവൻ ഷോപ്പിൽ പോവാതെ തലവേദന എന്ന് പറഞ്ഞ് അവിടെ കിടന്നത്. അതുമാത്രമല്ല, ഞാനന്ന് വരുമ്പോൾ അവൾ കുളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അന്ന് ജിനുവിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഉമ്മ എവിടേക്കെങ്കിലും പോയോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് ഷാഹിക ഗുളിക വാങ്ങാൻ പോയി എന്നാണ്. അവനെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉമ്മാനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ഛേ, അലവലാതെ. അപ്പോൾ അവന് ഞാൻ കൊടുത്തത് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. അർഹതപ്പെട്ടത് തന്നെയാണ് അവന് കിട്ടിയത്. പിറ്റേന്ന് രാവിലെ ഷാഹിയുടെ വിവാഹ ഡ്രസ്സ് എടുക്കാൻ പോവാനുള്ള തയ്യാറെടുപ്പായിരുന്നു എല്ലാവരും. പോവാൻ നേരം ഉമ്മ ഷാഹിയോട് സ്വകാര്യം പോലെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ എന്നോ മറ്റോ ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ പേരിന് മെല്ലെ നടക്കാൻ കുറേ ദൂരം അവന് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൂമിൽ ഒരേ കിടപ്പാണ്. ഉമ്മാക്കാണെങ്കിൽ അവൻ ഇല്ലാതെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാനുണ്ടാവില്ല. അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ വരാൻ താല്പര്യം കാണിച്ചത്. 10 മണിയോടെ അവർ വീട്ടിൽ നിന്നിറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് ഷാഹിയുടെ പെണ്ണിനെ വിളിക്കാനായിരുന്നു. അവിടെ നിന്ന് അവളെയും വിളിച്ച് അവർ ഷോപ്പിലേക്ക് പോയി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. ഷോപ്പിലേക്ക് കയറുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഷാനു ജിനുവിനോട് പറഞ്ഞു. എല്ലാത്തിനും അവൾ സമ്മതത്തോടെ തലകുലുക്കി. ഷാഹിയുടെ പെണ്ണിന് വേണ്ടതെല്ലാം അവളുടെ ഇഷ്ടത്തോടെ തന്നെ റിനുവും ജിനുവും സെലക്ട് ചെയ്തു കൊടുത്തു. ഷാഹിക്ക് വേണ്ടതെല്ലാം ഷാനുവും ആദ്യം സെലക്ട് ചെയ്തു. അന്ന് ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഷോപ്പിന് വളരെയിറങ്ങുമ്പോൾ രാത്രി സമയം 7 മണിയായിട്ടുണ്ട്. ഓ, 7 മണിയായോ? സമയം പോയൊരു പോക്ക്. ആദി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയാലേ ഇതാണ് മോനെ അവസ്ഥ. നമ്മൾ ആണുങ്ങൾ പോയാൽ ഡ്രസ്സ് എടുത്ത് വരാൻ കൂടിയതൊരു അരമണിക്കൂർ മതി. അല്ല, റിനുവിനെ വീട്ടിൽ കൊണ്ടുവിടണ്ടേ? രാത്രിയായാൽ അവൾക്ക് വഴക്ക് കേൾക്കോ? ചോദിച്ചു നോക്കാം. ആദ്യം ഷാഹിയുടെ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവിടാം. അവളുടെ ഉമ്മ 2-3 തവണയായി ജിനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മാനെ വീട്ടിൽ വിട്ട് ഡ്രസ്സെല്ലാം അവിടെ വെച്ച ശേഷം ഷാഹിയുടെ പെണ്ണിനെ അവളെ വീട്ടിൽ വിട്ടു. അതിനുശേഷം റിനുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. രാത്രിയായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവളോട് ചോദിച്ചു. കുഴപ്പമില്ല, വൈകുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്നവൾ പറഞ്ഞപ്പോഴാണ് അവനിക്ക് സമാധാനമായത്. ഇനി എവിടേക്കാ സാർ? സാറിൻ്റെ വീട്ടിലേക്കല്ലേ? അല്ല, ജിനുവിൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് ജിനു ഒന്ന് നെട്ടിക്കൊണ്ട് നോക്കി. നീ എന്താ ജിനു എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഷാനുക്ക് പറഞ്ഞത് നാളെ പോവാല്ല എന്നല്ലേ പറഞ്ഞ്? ഇന്ന് പോവാന്ന് പറഞ്ഞാൽ നീ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറയും. അത് കേൾക്കാൻ നേരമില്ലാതെ ആ ജില്ലയിലുള്ള മുഴുവൻ പലഹാരങ്ങളും നിൻ്റെ വീട്ടുകാർ ടേബിളിൽ കൊണ്ട് നിരത്തും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിന്നോട് നാളെ എന്ന് പറഞ്ഞത്.
ഇത് ഇത് ചതിയാട്ടോ. പറ്റൂല. ആണേലും എൻ്റെ പൊണ്ണാട്ടി അങ്ങ് സഹിച്ചോ. ഷായും പോയി കല്യാണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരുമകനായ എനിക്കൊരു കടമയുണ്ടല്ലോ, അവരെ വിവാഹത്തിന് ക്ഷണിക്കേണ്ടത്. പിന്നെ അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വക ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ന് തന്നെ അവരെ കയ്യിൽ കൊടുക്കണം. ജിനു മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. നേരത്തെ അവളോട് പറയാത്ത ദേഷ്യമാണ് ഈ കാണുന്നത്. ഇന്ന് ആ പിണക്കം മാറാൻ സാർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ. അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു നടന്നത്. അവർ വരുന്നത് നോക്കി ഉമ്മയും അനിയത്തിമാരും ഉമ്മറത്ത് തന്നെയുണ്ട്. അവർ വരുന്നത് നേരത്തെ അറിഞ്ഞതുപോലെയാണ് നിൽപ്പ്. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കി. അതിനവൾ എന്നെ നോക്കി എളിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. ഷാനുക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കണ്ട. ഞാനും ഉമ്മാക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഷാനുക്കാക്ക് എന്നെ നെട്ടിക്കാമെങ്കിലേ എനിക്ക് ഷാനുക്കാനെയും നെട്ടിക്കാം. ഇതേ ഉമ്മ നോക്കുന്നുണ്ട്. ഷാനുക്ക കയറി വാ. ഇവിടെ വന്ന് അവർക്ക് ഓരോരുത്തർക്കും വാങ്ങിയ ഡ്രസ്സ് അവരെ കയ്യിൽ കൊടുത്തു. കല്യാണം ക്ഷണിച്ച് പെട്ടെന്ന് പോകണമെന്ന് കരുതിയാണ്. ഉപ്പ് വന്നപ്പോൾ കുറച്ച് സമയം ഉപ്പാനോട് സംസാരിച്ചു. അപ്പോഴേക്കും ഉമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കിയിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ന് ഒത്തിരി കാശയല്ലേ ഷാനുക്ക? എല്ലാവർക്കും ഷാനുക്കാൻ്റെ വകയല്ലേ ഡ്രസ്സ്? എൻ്റെ വീട്ടുകാർക്കും റീനുവിനും ഷായിക്കും അവൻ്റെ പെണ്ണിനും പിന്നെ ഉമ്മാക്കും പിന്നെ ആദിയുടെ വീട്ടുകാർക്ക്. അവൻ എത്ര നാറിയായാലും ഞാൻ മുമ്പേ തീരുമാനിച്ചതാണ് അവൻ്റെ കല്യാണ ഡ്രസ്സ് എൻ്റെ വകയാണെന്ന്. ഇത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ കയ്യിൽ നിന്നും അവനൊന്നും എനിക്ക് കിട്ടില്ല. പിന്നെ നിൻ്റെ വീട്ടുകാർക്കും ആദിക്കും റീനുവിനും അതെൻ്റെ സ്നേഹസമ്മാനമാണ്. ആദിക്കറിയോ നാളെ അവൻ്റെ വീട്ടിൽ പോകുന്നത്? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നാളെ പറയാം. നാളെ പോയാൽ അവനിനി എന്നാ തിരിച്ചു വരിക? അവനിനി വരണോ? ഞാനിപ്പോൾ ഓക്കെ ആയില്ലേ? ഇനിയിപ്പോൾ അവൻ്റെ ആവശ്യമില്ല. അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മങ്ങി. ഷാനുക്കാക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ അവൻ പോയാൽ? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ബാക്കി നാളെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് കിടക്കാം. ഷാനുക്ക. ഉറക്കം കണ്ണിലേക്ക് വരുമ്പോഴാണ് പെണ്ണിൻ്റെ വിളി. എന്താടി? അതേ. അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് അവൻ്റെ മുഖത്തോടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യയെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാൽ പോരെ? ഉറക്കം വരുമ്പോഴേ അവളൊരു കിന്നാരം. മിണ്ടാതെ കിടക്കാൻ നോക്കണേ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ആയിക്കോട്ടെ, ആ ബുദ്ധിമുട്ട് ഞാനിന്ന് സഹിച്ചു. അത് കേട്ടവൻ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. പിറ്റേന്ന് രാവിലെ എണീറ്റ് പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് താഴേക്കിറങ്ങുമ്പോൾ ഷാഹിയുണ്ട് ഹാളിലെ സോഫയിൽ. ഇന്നും മാരക രോഗം പിടിച്ച പോലെ ഇരിക്കുന്നു. അവൻ ഇത്ര നേരത്തെ എണീറ്റോ? സാധാരണ വൈകി എഴുന്നേൽക്കുന്ന ആളാണല്ലോ. അവനെ മൈൻഡ് ചെയ്യാതെ ഷാനു ഉമ്മറത്തേക്ക് നടന്നു. ആ കാഴ്ച ഷാഹിയെ ഒന്ന് വേദനിപ്പിച്ചു. പിന്നെ അവൻ സ്വയം പറഞ്ഞു, ഈ വേദന ഞാൻ ചോദിച്ചു വാങ്ങിയതാണല്ലോ എന്ന്. ഷാനു ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ ആദി കാര്യമായ എന്തോ ആലോചനയിലാണ്. അവൻ്റെ മുതുകിൽ പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു, അല്ല, എന്താ ഇത്രമാത്രം ആലോചിക്കാൻ? ഏയ്, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി. നീ ചായ കുടിച്ചോ? ഓവേ. അപ്പോഴേക്കും ജിനു അവൻക്കുള്ള ചായയുമായി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നീ വേഗം പോയി റെഡി ആയിക്കോ. അവൻക്ക് ചായ തന്നെ തിരിഞ്ഞു നടക്കുന്ന ജിനു അവൻ പറഞ്ഞത് നെട്ടിലൂടെ തിരിഞ്ഞു നോക്കി. എവിടെ പോവാനാ സാർ? എനിക്ക് എവിടെയും പോവാനല്ല, നിനക്ക് പോവാനാ. എനിക്കോ? അതെ, നിനക്ക് തന്നെ. എനിക്കെവിടെ? നീ നിൻ്റെ വീട്ടിൽ പോകുന്നു. ഇന്നോ? അവൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് ചോദിച്ചു. ഇന്ന് എന്താ പെട്ടെന്ന്? വീട്ടിൽ പോകുന്ന കാര്യമൊന്നും സാറിനോട് പറഞ്ഞില്ലല്ലോ. ആ സംസാരത്തിൽ സങ്കടം കലർന്ന പോലെ ഷാനുവിന് തോന്നി. പെട്ടെന്നല്ല ആദി, ഞാൻ എന്നോ തീരുമാനിച്ചതാണ്. പക്ഷേ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. നാളെ മുതൽ സാറിന് ഓഫീസിൽ പോവേണ്ടതല്ലേ? അപ്പോൾ ഞാനില്ലാതെ സാറിന് പോവാൻ ബുദ്ധിമുട്ടാവില്ലേ? നീ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവണ്ട. എന്നെ വിളിക്കാൻ സിദ്ധു വരും. അതുപോലെ വൈകിട്ടും അവൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടോളും. എന്താടാ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്തത് നിനക്ക്? അമ്മയെയും അച്ഛമ്മയെയും കാണാനൊക്കെ ആഗ്രഹമില്ലേ നിനക്ക്? അതൊക്കെയുണ്ട്. അല്ല, ഇനി ഞാൻ ഇവിടേക്ക് വരണ്ടേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു. എപ്പോഴും കളിച്ചു തിരിച്ച് തമാശകൾ പറഞ്ഞ് നടക്കുന്ന ആദിയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ ഷാനുവിനും ചെറിയ സങ്കടം തോന്നി. ഞാൻ നിന്നെ വിളിക്കാടാ. ബാക്കിയെല്ലാം നമുക്ക് അപ്പോൾ സംസാരിക്കാം. സാലറി ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. എല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് ജിനു. പിന്നെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ കിച്ചണിലേക്ക് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആദിയുടെ ചിന്ത ഇവിടെയൊന്നുമല്ലായിരുന്നു. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ കഴിക്കുന്നതെന്ന് ഷാനുവിന് മനസ്സിലായി. പൊതുവെ അവൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും. അത് ഏറ്റുപിടിച്ച് അവനോട് സംസാരിക്കാൻ ജിനു കൂടെയുണ്ടാവും.
ഞാൻ വഴക്കിട്ടാലാണ് രണ്ടുപേരും സംസാരം നിർത്തുക. ഇപ്പോൾ രണ്ടാളും മൗനത്തിലാണ്. ആദി, നോക്കി നിൽക്കാതെ കഴിക്കേ. എനിക്ക് മതി സാർ. എന്തോ വിശപ്പില്ല. വിശപ്പില്ലാതിരിക്കാൻ നീ എന്തെങ്കിലും കഴിച്ചോ? മിണ്ടാതെ കഴിക്കാൻ നോക്കടാ. അവൻ്റെ ശബ്ദം ഉയർന്നതുകൊണ്ടാവും പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൻ വേഗം കഴിച്ചത്. എന്നാൽ ഞാൻ പോയി എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൻ ചെല്ലുമ്പോൾ എല്ലാ ഡ്രസ്സും ആദി പാക്ക് ചെയ്ത് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാം എടുത്തു വെച്ച ആദി. അവൻ ഷാനുവിനെ നോക്കാതെ ഒന്ന് മുളി. എങ്കിലേ എൻ്റെ റൂമിലേക്ക് വാ. വരുമ്പോൾ ആ റൂമൊന്ന് അടച്ചേക്ക്. അപ്പോഴേക്കും ജിനു അവിടേക്ക് എത്തിയിരുന്നു. രണ്ടാളെ മുഖം കണ്ടാൽ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിട്ടുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ അവൻ ആദിയെ വിളിച്ച് റൂമിലേക്ക് നടന്നു. ജിനു അത് കൊടുക്കുക അവൻ്റെ കയ്യിലേക്ക്. ഇത് നിൻ്റെ അമ്മക്കും അച്ഛമ്മക്കും ഉള്ള ഡ്രസ്സാണ്. സെലക്ഷനൊക്കെ ജിനുവിൻ്റേതാണ് കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നിനക്കുള്ള ഡ്രസ്സും ഇതിലുണ്ട്. ഇതൊക്കെ എന്തിനാ സാർ? ഞാൻ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ സാലറി എനിക്ക് സാർ തരുന്നുണ്ട്. ഇത് നിൻ്റെ ജോലിക്കുള്ള കൂലിയല്ല, എൻ്റെ അനിയന് തരുന്ന ഒരു സ്നേഹസമ്മാനമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ ഒന്നും പറയാനാവാതെ ആദി ഷാനുവിനെ കെട്ടിപ്പിടിച്ചു. ആ സമയം കരയില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഹോം നേഴ്സായി ജോലിക്ക് കയറിയിട്ട് എനിക്ക് കളങ്കമില്ലാത്ത സ്നേഹം കിട്ടുന്നത്. ഒരു ഏട്ടൻ്റെ സ്നേഹം, പെങ്ങളെ സ്നേഹം, ഇത് രണ്ടും എനിക്ക് എവിടുന്ന് കിട്ടി. അതുകൊണ്ടാവും പോവാൻ പറഞ്ഞിട്ടും നെഞ്ച് വല്ലാതെ പിടയുന്നത്. ചില സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ എത്ര പെട്ടെന്ന് അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടുന്ന് പോവാൻ എനിക്ക് കരഞ്ഞിട്ട് അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടു നിൽക്കുന്ന ജിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അയ്യേ, നീ കരയാണോ? സന്തോഷത്തോടല്ലേ പോവേണ്ടത്? ഒരു ഏട്ടൻ്റെ വാത്സല്യത്തോടെ ഷാനു അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. 10 മാസം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് അന്നു മുതൽ എനിക്ക് സ്നേഹിക്കാൻ ഒരു ഏട്ടനെയും പെങ്ങളെയും കിട്ടിയ അഹങ്കാരമായിരുന്നു. ഇന്നു മുതൽ ഈ സ്നേഹം നഷ്ടപ്പെടാൻ പോവാണെന്ന് ഓർക്കുമ്പോൾ. ആര് പറഞ്ഞു ഈ സ്നേഹം നഷ്ടപ്പെടാൻ പോവാണത്? നീ എവിടെയായാലും എൻ്റെയും നിൻ്റെ പെങ്ങളെയും സ്നേഹം എന്നും നിനക്കും ഉണ്ടാവും. കണ്ണു തുടിച്ച് സന്തോഷത്തോടെ ഇറങ്ങിയിട്ടോ. അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കണം. ജിനു, ഞാൻ പോട്ടെ. ജിനുവിനെ ചേർത്ത് പിടിച്ചവൻ യാത്ര ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ഹോം നേഴ്സ് എന്നതിനുപരി ഞാൻ തളർന്നു കിടക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ സ്വന്തം സഹോദരൻ്റെ സംരക്ഷണത്തോടെ കൊണ്ട് നടന്നവനാണവൻ. അതുകൊണ്ട് തന്നെയാണ് ജിനുവിന് അവനെ അത്രയും പ്രിയപ്പെട്ടവനായത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ സാറെന്നെ വിളിക്കണം കേട്ടോ. എവിടെയായാലും ഓടി വരും ഞാൻ. തീർച്ചയായും. ആദി, പോവല്ലേ, ഒരു മിനിറ്റ്. ദേ കാറിൻ്റെ ചാവി. നീ കാറിൽ പോയാൽ മതി. അയ്യോ, അതൊന്നും വേണ്ട. സാറിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? എന്തായാലും ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അത് നിനക്കറിയാലോ. അതുകൊണ്ട് നീ കൊണ്ടുപോയിക്കോ. ഞാൻ പറയുമ്പോൾ ഇവിടെ കൊണ്ടിട്ടാൽ മതി. അങ്ങനെയെങ്കിലും എനിക്ക് ഇവിടേക്ക് ഒന്നുകൂടെ വരാലേ? അതിന് ഷാനു അവനെ ഒന്നും പറയാതെ നോക്കി ചിരിച്ചു. അന്ന് ജീന ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് അടികൂടാൻ ആദ്യമില്ലാത്ത വിഷമമാണ് ഈ കാണുന്നത്. രാത്രി പേരിന് അല്പം ഭക്ഷണം കഴിച്ചു. അതും ഞാൻ വഴക്ക് പറഞ്ഞിട്ട്. ഇടയ്ക്ക് എന്നോട് പറയും ഷാനുഖാൻ്റെ കൈ ശരിയാവുന്നത് വരെ അവനെ ഇവിടെ നിർത്താമായിരുന്നു എന്ന്. അതിന് അവനൊന്നും മിണ്ടിയില്ല. അന്ന് ആദ്യം വീട്ടിലെത്തിയെന്ന് പറയാൻ അവനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പേ അവളെയാണ് അവൻ വിളിച്ചു പറഞ്ഞത്. അതാണ് എനിക്ക് സന്തോഷം. അവർ എന്നും നല്ല സ്നേഹത്തോടെ തന്നെ മുൻപോട്ട് പോകട്ടെ. ഷാനുഖ കാർ അവന് കൊടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരുമല്ലേ അർത്ഥം? ഞാൻ ചിന്തിച്ചതുപോലെയാണ് ആദ്യം ചിന്തിച്ചത്. അതവൻ എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഷാനുഖാൻ്റെ മനസ്സറിയാൻ മാത്രം പറ്റുന്നില്ല. ആദ്യം ഷാനുഖ അത്ര വേഗം പറഞ്ഞു വിടില്ല. കാരണം ഷാനുഖാൻ്റെ കൈ ഇതുവരെ പഴയതുപോലെ ആയിട്ടില്ല. എന്നും സിദ്ധു സാറിന് കഴിയോ ഷാനുഖാനെ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനും? എൻ്റെ മനസ്സ് പറയുന്നു ആദ്യം ഇവിടേക്ക് തന്നെ വരുമെന്ന്. പഠിച്ചോനെ, വന്നാൽ മതിയായിരുന്നു. അവൻ പോയപ്പോൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആരോ ഒരാൾ എന്നിൽ നിന്ന് അകന്നു പോയതുപോലെ. അല്ലെങ്കിലും എനിക്ക് അവൻ ഒത്തിരി പ്രിയപ്പെട്ടതാണല്ലോ. എൻ്റെ കൂടെ പിറക്കാതെ പോയ എൻ്റെ കൂടെ പിറപ്പ്. ജിനു ആലോചിച്ചു. രാത്രി കിടക്കാനായി റൂമിലേക്ക് ചെല്ലുമ്പോൾ പെണ്ണ് എന്തോ ആലോചിച്ചിരിക്കുകയാണ്. കുറച്ചു സമയം ഷാനു ഡോറിന് മുൻപിൽ കൈയും പിടിച്ച് അവളെ തന്നെ നോക്കി നിന്നു. പക്ഷെ അവൻ വന്നതുപോലും അറിയാതെ പെണ്ണ് നല്ല ആലോചനയിലായിരുന്നു. അല്ല, ഈ ആലോചന ഇന്നെങ്ങാനും കഴിയോ? അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ആ ആലോചന അവസാനിപ്പിച്ചത്. എന്താ ഇത്രമാത്രം ആലോചിക്കാൻ? ഒന്നുമില്ലെങ്കിലും ചുമ്മാ ആരെങ്കിലും ഇങ്ങനെ ആലോചിക്കോ? എന്നോട് പറയടി പൊണ്ടാട്ടി, എന്താ നീ ആലോചിച്ചത്?
ഞാനൊരു കാര്യം ചോദിച്ചാൽ ഷാനുക്ക എന്നോട് സത്യം പറയോ? എന്താ, ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? എന്നാ ഞാൻ ചോദിക്കട്ടെ? ചോദിക്ക്. ആദ്യം ഇവിടേക്ക് തന്നെ വരുമോ? നീ അതുവരെ ആ കാര്യം വിട്ടില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഷാനുക്ക. അവനിനി എന്തിനാ വരുന്നത്? എനിക്കിപ്പോൾ ഭേദമായില്ലേ? കയ്യിൽ ചെറിയ പ്രശ്നമല്ലേ ഉള്ളൂ, അത് പതിയെ ശരിയാവും. കൈ ശരിയാകുന്നത് വരെ ഷാനുക്ക എങ്ങനെ ഓഫീസിൽ പോവും? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേടി, സിദ്ധു സാർ വരും. എന്നും സിദ്ധു സാറിന് പറ്റുമോ ഷാനുക്കാനെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും? എൻ്റെ കൈ ഓക്കെ ആവുന്നത് വരെ സിദ്ധു എൻ്റെ കൂടെ ഉണ്ടാവും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഷാനുഖാൻ്റെ കൈ ഓക്കെ ആയിട്ട് ആദ്യം പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവന് ഇവിടുന്ന് പോകണ്ടേ? വേണം, പക്ഷെ ഷാനുഖാൻ്റെ കൈ ഓക്കെ ആയിട്ട് മതിയായിരുന്നു. ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാൻ ജിനു. നീ കിടക്കാൻ നോക്കി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അവൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ജിനു പരിഭവത്തോടെ തിരിഞ്ഞു കിടന്നു. തിരിഞ്ഞു കിടക്കാതെ നല്ലതുപോലെ കിടക്കടേ. പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്യുന്നത്. എടുത്തു നോക്കുമ്പോൾ ആദിയാണ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് ആദി. സാർ ഓഫീസിൽ പോകാനുള്ള തിരക്കിലാവില്ലേ? അതേടാ. സിദ്ധു സാർ വന്നോ? ഇല്ല, ഇപ്പോൾ വരാം. നീ ഹാപ്പിയല്ലേ? കുഴപ്പമില്ല. അതെന്താ ആദി അങ്ങനെ? നിനക്ക് നിൻ്റെ വീട്ടുകാരെ കണ്ടപ്പോൾ ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്, പക്ഷെ സാറും ജിനുവൊന്നും ഇല്ലാഞ്ഞിട്ട് വല്ലാത്തൊരു മൂഡ് ഓഫ്. ഈ ചെക്കൻ പെൺകുട്ടികളേക്കാൾ കഷ്ടമാണല്ലോ. ഞങ്ങൾ നിൻ്റെ തൊട്ടടുത്ത് തന്നെയില്ലേ? എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. ജിനു എവിടെ? അവൾ താഴേക്ക് പോയതാ. ഞാൻ ഫോൺ കൊടുക്കണോ? വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാൽ ഓക്കേടാ, ഞാൻ രാത്രി വിളിക്കാം. സിദ്ധു വന്നെന്ന് തോന്നുന്നു. ഷാനു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഷാഹി ആളിരിപ്പുണ്ട്. അവൻ ഷാനുവിനെ നോക്കിയെങ്കിലും ഷാനു അവനെ മൈൻഡ് ചെയ്തില്ല. ജിനു, ഞാൻ പോവാ, സമയമായി. ഇതേ ലഞ്ച് ബോക്സ് കൊണ്ടുപോ. അവൾ ഓടി വന്ന് ലഞ്ച് ബോക്സ് അവൻ്റെ ബാഗിലേക്ക് വെച്ച് കൊടുത്ത് പറഞ്ഞു. മുഴുവനും കഴിക്കണേ? ആ, ഞാൻ കഴിച്ചോളാം. അവിടുത്തെ ജോലിയിൽ മാത്രം ഒതുങ്ങി പോവാതെ പഠിക്കാനുള്ളത് പഠിക്കണം കേട്ടോ. ഞാൻ പഠിച്ചോളാം. 10 മാസങ്ങൾക്ക് ശേഷം ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു. രണ്ടാം ജന്മം കിട്ടിയ അവനെ സ്വീകരിക്കാൻ അവൻ്റെ സ്റ്റാഫുകൾ നിറഞ്ഞ സന്തോഷത്തോടെ ഓഫീസിന് മുമ്പിൽ നിരന്നിൽപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിൻ്റെ ഈ വരവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ കാത്തിരുന്നതാ. നിങ്ങളെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ എനിക്കിതുപോലെ വരാൻ കഴിഞ്ഞത്. സാറിൻ്റെ തിരിച്ചുവരവ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. സാറിന് വിരോധമൊന്നുമില്ലല്ലോ? അവർ പറഞ്ഞത് മനസ്സിലാവാതെ സിദ്ധുവും ഷാനുവും പരസ്പരം ഒന്ന് നോക്കി. സ്റ്റാഫിന് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന്. നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോയാലോ? അപ്പോൾ രണ്ടാൾക്കും മനസ്സിലാവും. അറിയാനുള്ള തിടുക്കത്തിൽ അവർക്ക് പിന്നാലെ തന്നെ ഷാനുവും സിദ്ധുവും നടന്നു. അവിടെ പോയി നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം അവരുടെ സ്നേഹത്തിന് മുമ്പിൽ കണ്ണു നിറഞ്ഞു പോയി. ഞങ്ങളെ സന്തോഷത്തിന് സാർ ഈ കേക്ക് മുറിക്കണം. കാരണം സാറിൻ്റെ തിരിച്ചുവരവ് ഞങ്ങളെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. അവരുടെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ കുറച്ച് സമയം അവരുമായി സന്തോഷം പങ്കിട്ട് അതിനുശേഷമാണ് വർക്കിലേക്ക് കയറിയത്. ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല സിദ്ധു. അത്രയും സന്തോഷമുള്ള ദിവസമാണ്. അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഷാനു തൻ്റെ സന്തോഷം സിദ്ധുവുമായി പങ്കുവച്ചു. അല്ലെങ്കിലും നമ്മുടെ സ്റ്റാഫ് പൊളിയല്ലടാ. നിൻ്റെ ഫോൺ ഒത്തിരി സമയമായല്ലോ ഷാനു റിങ് ചെയ്യുന്നത്. ആരായാലും എടുത്ത് സംസാരിക്കേ. അതെൻ്റെ പെണ്ടാട്ടിയാ. വീട്ടിലെത്തുന്നത് വരെ വിളിച്ചുകൊണ്ട് നിൽക്കും. ഇതാണ് മോനെ ഞാൻ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞ്. ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ അപ്പോൾ തുടങ്ങും എവിടെയാ വരാറായോ എന്ന് ചോദിച്ച്. അതൊക്കെ സ്നേഹം കൊണ്ടല്ലടാ. സ്നേഹമല്ലടാ, സംശയം. ഒന്ന് പോടാ പന്നി. എൻ്റെ പെണ്ണിന് എന്നെ ഒരു സംശയമില്ല. കല്യാണം കഴിഞ്ഞത് മുതൽ നീ വീട്ടിലല്ലേ? എവിടെ സംശയിക്കാൻ? നീ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇനി നീ പേടിക്കണ്ട. ദിവസം 5-6 തവണ വിളിച്ചോളൂ. ദേ, പൂമുഖവാതിൽക്ക് സ്നേഹം വിടർത്തുന്ന നിൻ്റെ ഭാര്യ, പുന്നാര ഭാര്യ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗേറ്റ് കടന്ന് കാർ വരുന്നത് നോക്കി ജിനു ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. അതാണ് സിദ്ധു എന്നെ കളിയാക്കി പറഞ്ഞത്. ഇതുപോലെ കാത്തിരിക്കാൻ ഒരാൾ ഉണ്ടാവുന്നതാണ് മോനെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് അനുഭവിച്ചു തന്നെ അറിയണം. ഓ ആയിക്കോട്ടെ, എന്നാൽ നാളെ കാണാം. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.